ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം വിഭാഗത്തെയും ന്യൂനപക്ഷ വിഭാഗത്തെയും ശക്തമായി ആക്ഷേപിക്കാനുള്ള നടപടികളുമായി നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായ എല്ലാ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യത്തിലും അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. ആ ഒരു ഘട്ടത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകത്തക്ക രീതിയിലുള്ള പരാമർശങ്ങളില്ലാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി ഇപ്പോൾ വിശദീകരണം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പ്രസംഗത്തിൽ കേസെടുക്കാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു പോലീസ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ എടുത്തു പറഞ്ഞ് ആക്ഷേപിച്ചിട്ടില്ല എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണിത്. വെള്ളാപ്പള്ളിക്ക് SNDPയുടെ ചേർത്തല യൂണിയൻ നൽകുന്ന സ്വീകരണത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പിന്മാറണമെന്ന ആവശ്യം ശക്തമാണ്. PK കുഞ്ഞാലിക്കുട്ടി അനുരഞ്ജനത്തിന്റെ നിലപാടെടുത്ത ശേഷവും വെള്ളാപ്പള്ളിക്ക് കടുത്ത ഭാഷയിൽ മറുപടി പറയുകയാണ് ലീഗ് നേതാക്കൾ. വെള്ളാപ്പള്ളിക്ക് പിരാന്താണെന്നാണ് PK ബഷീറിന്റെ ആക്ഷേപമെങ്കിൽ കള്ള് കച്ചവടം വിപുലപ്പെടുത്തുകയല്ലാതെ മറ്റൊന്നും യോഗം ജനറൽ സെക്രട്ടറി ആയ ശേഷം വെള്ളാപ്പള്ളി ചെയ്തിട്ടില്ലെന്നാണ് KM ഷാജിയുടെ പക്ഷം. ഈ വിവാദം ഇങ്ങനെ കത്തിച്ചു നിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾക്കകം പ്രഖ്യാപിക്കാനിരിക്കെ വെള്ളത്തെ തീപിടിപ്പിക്കുന്ന പ്രസ്താവനകൾ തുടരുന്നത് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാനാണോ? സൂപ്പർ പ്രൈം ടൈം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ശ്രീ B. ഗോപാലകൃഷ്ണൻ BJP, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPM, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ് എന്നിവർ. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കൃത്യം ഒരു പതിറ്റാണ്ട് മുമ്പ് 2015 ഏറെക്കുറെ സമാനമായ ഒരു പ്രസംഗം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി, VM സുധീരനാണ് KPCC പ്രസിഡന്റ്. അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും പോലീസ് അന്നത്തെ IPC 153A ഇട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്തു. അതാണ് 10 കൊല്ലം മുമ്പ് നടന്നതെങ്കിൽ 10 കൊല്ലം പിന്നീട് ഇങ്ങോട്ട് കടന്നു പോയി കഴിഞ്ഞ് സമാനമായൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ എന്നാണ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയോട് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ വർഗീയതയെ നോർമലൈസ് ചെയ്യുന്ന നിലയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞോ? വർഗീയതയോടും വിദ്വേഷം പരത്തുന്ന പ്രസ്താവനകളോടും ഒരു വിട്ടുവീഴ്ചയില്ല. ഇപ്പോൾ പോലീസിന് കിട്ടിയ നിയമോപദേശം അനുസരിച്ചാണ് പോലീസ് കേസെടുക്കാൻ പറ്റില്ല, ഒരു പ്രത്യേക വിഭാഗത്തെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല, ഒരു പൊതു പ്രസ്താവനയാണ് നടത്തിയതെന്നാണ് പോലീസിൻ്റെ നിഗമനം. അങ്ങനെ ആയിരിക്കുമ്പോഴും കേരളീയ സമൂഹത്തിനകത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ട് വിദ്വേഷം പടർത്തുന്ന വിഭജനപരമായ വികാരങ്ങൾക്ക് തീക്കൊളുത്തുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പരാമർശവും ആരുടെയും പ്രസ്താവനയിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നിലമ്പൂർ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയില്ല, അദ്ദേഹത്തിന് സ്കൂളും കോളേജും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതിനപ്പുറത്ത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണോ, സ്വതന്ത്ര സംസ്ഥാനമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ വലിയ ഭീകരതയാണ്, പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ് എന്നൊക്കെ ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് ഇന്നത്തെ ഒരു ദേശീയ സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. ഹിന്ദുത്വവാദികൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ എതിരായിട്ട് കടുത്ത വിദ്വേഷ പ്രചരണത്തിന്, അങ്ങനെ സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കാനും ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കാനും ഒക്കെയുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ വേണം വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളുടെ ഇത്തരം പരാമർശങ്ങൾ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക എന്ന് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ പ്രസ്താവന തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി ഇപ്പോൾ എന്താണ് ആ കാര്യത്തിൽ, ഞാൻ മലപ്പുറത്തുള്ള ആൾക്കാരൊക്കെ സഹോദരങ്ങളാണ്, എനിക്ക് അങ്ങനെ ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോഴും അദ്ദേഹം തെറ്റായ രീതിയിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് നിയമപരമായി കേസെടുക്കേണ്ട പ്രശ്നമാണോ എന്നുള്ളത് നിയമോപദേശം അനുസരിച്ച് പോലീസ് ചെയ്യട്ടെ. പക്ഷേ സമൂഹത്തിനകത്ത് ഇതിന്റെ പേരിൽ വിഭജനം ഉണ്ടാക്കാനും ധ്രുവീകരണം നിർത്താനുമുള്ള ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന ഒരു കേവല പ്രസ്താവനയിൽ ഈ കേസ് എടുക്കുന്ന കാര്യം മാത്രമല്ലല്ലോ ഇപ്പോൾ എടുക്കുക. അദ്ദേഹം നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനാണ്, അതിന്റെ തലപ്പത്തിരിക്കുകയാണ്. അപ്പോൾ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ മേലാപ്പിൽ ഇരുന്നു കൊണ്ട് മലപ്പുറത്ത് മുസ്ലിമേതര സമൂഹങ്ങളൊക്കെ ഭയന്ന്, ശ്വാസം കഴിക്കാൻ പോലും ഭയന്നാണ് ജീവിക്കുന്നത് എന്ന് ഒരാൾ പറയുകയാണ്. എന്താണ് വസ്തുത? മലപ്പുറത്ത് ഞാനും അങ്ങും തന്നെ ഒരുമിച്ച് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരുപാട് തവണ മലപ്പുറം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണല്ലോ. അപ്പോൾ മലപ്പുറത്തൂടെ പോയ ആരും അത് വിശ്വസിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ആർക്കും പറയാനും കഴിയില്ല. വെള്ളാപ്പള്ളി നടേശന് തന്നെയും അക്കാര്യത്തിൽ ബോധ്യങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ശേഷവും അദ്ദേഹം ഇത്തരത്തിലുള്ള സമിതികളുടെ തലപ്പത്തിരിക്കുന്നു. അദ്ദേഹം വലിയ സ്വീകരണം മുഖ്യമന്ത്രിയാലും 4 മന്ത്രിമാരാലും ഏറ്റുവാങ്ങപ്പെടാൻ പോകുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ചോദിക്കുന്നത്. വർഗീയത എന്നുള്ളത് ഒരു തരത്തിൽ കുഴപ്പമില്ലാത്ത ഒരു കാര്യമായി മാറുകയും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി ഇതുപോലെയുള്ള ആളുകൾ കൈവരിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇല്ല, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്ന പ്രസ്താവന, ആ പ്രസ്താവന ഇന്നത്തെ നമ്മുടെ ഒരു ദേശീയ സാഹചര്യത്തിൽ വളരെ അപകടകരമായ സൂചനകളുള്ളതാണ്. അത് സമൂഹത്തിൽ ദോഷം ചെയ്യും.
ആ കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കണം. കാരണം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് വളരെ സംഘടിതമായ ഹിന്ദുത്വവാദികളുടെ പ്രചാരണം, വിദ്വേഷ വിഭജനം ഉണ്ടാക്കാനുള്ള നീക്കം നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരം പ്രസ്താവനകൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. അദ്ദേഹം ഇന്ന് ഈ കാര്യത്തിൽ, ഞാൻ മലപ്പുറത്തുള്ള എല്ലാ ആളുകളും സഹോദരന്മാരാണ്, അവരോട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിദ്വേഷം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പൊതുവായ ഞങ്ങളുടെ ഒരു അവസ്ഥ പറയുകയായിരുന്നു. അപ്പോൾ ആ പ്രസ്താവനയിൽ തെറ്റായ ഒരു ധ്വനിയുണ്ട് എന്ന് എനിക്കും അഭിലാഷിനും ഒക്കെ അറിയാം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അത്തരം പ്രസ്താവനകൾ പാടില്ല. ഇനിയിപ്പോൾ SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്ക് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സ്വീകരണത്തിൽ, അദ്ദേഹത്തിന് SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്കാണ് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നത്. ആ രീതിയിൽ ചേർത്തലയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കും. അതിൽ മന്ത്രിമാർ പങ്കെടുക്കണമോ മുഖ്യമന്ത്രി പങ്കെടുക്കണമോ എന്നുള്ള കാര്യം ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ അവർ ക്ഷണിച്ചിട്ടുണ്ട്, അതിൽ പങ്കെടുക്കാനുള്ള തീരുമാനമുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം, ഈ പ്രസ്താവനയെ ഇങ്ങനെ തീപിടിപ്പിച്ച് നിർത്തേണ്ട ആവശ്യമില്ല. ഈ പ്രസ്താവന വളരെ അപകടകരമാണ്. അത് സാമൂഹികമായ അത്തരം ആ പ്രസ്താവനക്കെതിരായിട്ട് നമ്മളെല്ലാം ജാഗ്രത പുലർത്തണം. അത്തരം പ്രസ്താവനക്കാരുടെ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ വളരെ സങ്കുചിതമായ നിലപാടുകളിൽ നിന്നുകൊണ്ട് എന്താണ്, ആരും ഇതിന് തീപിടിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഈ ചർച്ചയിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും തീപിടിപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാൻ അതിലേക്ക് രണ്ടാം ഘട്ടത്തിൽ വരാം. അതിനു മുമ്പ് ശ്രീ KP നൗഷാദ് അലി ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ വിശദീകരിച്ച കാര്യം, എന്നെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഞാൻ മുസ്ലിം വിരുദ്ധനല്ല, ഞാൻ മുസ്ലിങ്ങളുടെ സഹവാസമുള്ള ആളാണ്, മുസ്ലിം ലീഗ് നേതാക്കൾ അവരുടെ രാഷ്ട്രീയ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, തേജോവധം ചെയ്യുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങൾ. അദ്ദേഹത്തിന്റെ ആക്ഷേപം അവിടെ നിൽക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ 10 കൊല്ലം മുമ്പുള്ള ഒരു പ്രീസിഡന്റ് ഉണ്ട്. അപ്പോൾ അന്ന് വളരെ ശക്തമായ നിലപാടാണ് കോൺഗ്രസിന്റെ KPCC അധ്യക്ഷൻ തന്നെ സ്വീകരിച്ചത്. ഇന്നത്തെ KPCC അധ്യക്ഷൻ അത് മോശമായി പോയി എന്നൊരു വാചകം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടല്ല ഇന്നത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ചത്, അന്നത്തെ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച നിലപാടല്ല ഇന്നത്തെ പ്രതിപക്ഷ നേതാവും സ്വീകരിക്കുന്നത്. വലിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഈ വിഷയം കേസെടുക്കപ്പെടേണ്ട, അല്ലെങ്കിൽ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളിയെ ഒഴിവാക്കേണ്ട ഒരു വിഷയമായി തോന്നുന്നുണ്ടോ? ഞാൻ അഭിലാഷിൻ്റെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഞാൻ ഇത്തരത്തിലൊക്കെയുള്ളൊരു പരിഹാസങ്ങൾക്കൊരു പശ്ചാത്തലമുണ്ട് അഭിലാഷ്. അതിനൊരു ബ്രിട്ടീഷ് കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഞാൻ പറയുന്ന കാര്യം ഇമ്പീരിയൽ ഗസറ്റ്സ് ഓഫ് ഇന്ത്യയുടെയും അതുപോലെ ബ്രിട്ടീഷ് ലൈബ്രറി ഓഫ് ഇന്ത്യൻ റെക്കോർഡ്സിൻ്റെയും അതുപോലെ കൊളോണിയൽ ഡിസ്ട്രിക്ട് ഡയറീസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു ചരിത്രം നിങ്ങളോട് പറയുന്നത്. ബ്രിട്ടീഷുകാർ അക്കാലത്ത് നമ്മുടെ ജനസമൂഹങ്ങളേക്ക് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ സൈനിക ശേഷിയുള്ള മാർഷ്യൽ കമ്മ്യൂണിറ്റി ആയിട്ട് അവർ വിശേഷിപ്പിച്ചിരുന്നത് ഇവിടുത്തെ പട്ടാണികളെയും രാജപുത്രരെയും മറാഠകളെയും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ആക്രമണോത്സുക കമ്മ്യൂണിറ്റികളായിട്ട് അവർ ലംബാഡികൾ, ബഞ്ചാരകൾ, ഭീലുകൾ അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളെ വിശേഷിപ്പിച്ചിരുന്നു. സമാനമായിട്ട് ഒരു റിബല്യൻ കമ്മ്യൂണിയായിട്ട് ബംഗാളിലെ സാന്താളിനെ വിശേഷിപ്പിച്ചു, അതുപോലെ തന്നെ നാഗകളെ വിശേഷിപ്പിച്ചു. അതുപോലെ വിശേഷിപ്പിച്ചൊരു വിഭാഗമാണ് ഈ മലബാറിലെ മാപ്പിളമാർ. അത് ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അത് പിന്നീട് 969 ഈ ഏറനാടിൻ്റെ 3/4 പങ്കും വള്ളുവനാടിൻ്റെയും പൊന്നാനിയുടെയും ഭാഗിക പ്രദേശങ്ങളൊക്കെ ചേർന്നൊരു മലപ്പുറം രൂപീകരിച്ചപ്പോൾ ഈ പറഞ്ഞ പരിഹാസങ്ങൾ, അല്ലെങ്കിൽ ഭീതി നിറഞ്ഞ കെട്ടുകഥകൾ, അല്ലെങ്കിൽ കൗതുകം ജനിപ്പിക്കുന്ന മായാവി കഥകൾ, ഇതൊക്കെ ചുറ്റിപ്പൊതിഞ്ഞൊരു പരിഹാസം എല്ലാ കാലത്തുമൊക്കെ ഏറ്റുവാങ്ങി വരുന്നുണ്ട്. പക്ഷേ അതിനൊരു വർഗീയതയുടെ തലം കൈവരിക്കുന്നത് ഇപ്പോൾ ഈ 2014 ശേഷമൊക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ് പഴകിയ ആരോപണങ്ങൾ അടക്കം പുതുതായിട്ട് നോമ്പിന് ഭക്ഷണം കിട്ടുന്നില്ല എന്ന മട്ടിൽ BJPയുടെയൊക്കെ ഉന്നത നേതാക്കൾ തന്നെ അത് പ്രതിനിധീകരിക്കുകയാണ്. അതിൻ്റെയൊക്കെ പൊള്ളത്തരമൊക്കെ അവർക്കറിയാം. പക്ഷേ ഇത്തരത്തിലൊരു പ്രചരണം സംഘടിതമായിട്ട് അടിച്ചുവിടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ മതേതര ജനാധിപത്യ മനസ്സുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. പക്ഷേ നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്ന പല കോണുകളിൽ നിന്നും അത്തരത്തിലുള്ള പ്രതികരണമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ധീരമായ നിലപാടിൻ്റെ കാലമൊക്കെ കഴിഞ്ഞുപോയി. പിണറായി വിജയൻ്റെ പിന്നെ സമരസപ്പെടുന്നതിൻ്റെ, ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഒക്കെ, കമ്മ്യൂണിസം ഒഴിച്ചു മാറ്റുന്നതിൻ്റെയൊക്കെ ഒരു പ്രകടനങ്ങളാണ് പല സ്ഥലത്തും കാണുന്നത്. കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ധീരമായൊരു നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഭരണഘടനയും മതേതരത്വമൊക്കെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. അതിന് ഓരോ സ്പെസിഫിക് മൈനോറിറ്റിയെയും പേര് പറഞ്ഞ് തന്നെ അഭിസംബോധന ചെയ്ത് നാളുകളിൽ കലാപം ഉണ്ടാകുന്ന ഇടങ്ങളിലൊക്കെ നേരിട്ട് സമൂഹത്തിന്റെ പ്രശ്നമായി തന്നെയാണ് കാണുന്നത്. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇതേപോലെ ഒരു പരാമർശം ഉണ്ടായപ്പോൾ ഒരു 10 പതിറ്റാണ്ട് മുമ്പ് അന്നത്തെ KPCC അധ്യക്ഷൻ പോലീസിൽ DGPക്ക് പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ കേസെടുത്തത്. ഇന്നത്തെ KPCC അധ്യക്ഷനോ അല്ലെങ്കിൽ മറ്റൊരു കോൺഗ്രസ് നേതാവോ സമാനമായ വിധത്തിൽ പരാതി കൊടുക്കാൻ സന്നദ്ധരാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് വലിയ തോതിലുള്ള ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട് ചുരുങ്ങിയ കാലയളവിൽ എന്നുള്ളത് ഒരു വസ്തുതയാണ്. എനിക്ക് തോന്നുന്നു ആ വസ്തുതയെ അഡ്രസ് ചെയ്യേണ്ടി വരും. ഞാൻ അഭിലാഷ് പറഞ്ഞ കാര്യം തന്നെ അഭിലാഷ് മറ്റൊരു ദിശയിൽ എന്തുകൊണ്ട് അഭിലാഷ് ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം
ഇപ്പോൾ ഭരിക്കുന്ന കേരള സർക്കാർ ഇതിനെയൊക്കെ എൻഡോഴ്സ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മുമ്പ് ഭരിച്ചിരുന്ന ഒരു സർക്കാർ 151A ഒക്കെ വെച്ച് കേസ് ചാർജ് ചെയ്യാൻ തയ്യാറായിരുന്നു എന്നൊരു ഗുണപാഠം, എന്നൊരു അനുഭവ സമ്പത്ത് നിങ്ങൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനും അതിൻ്റെ ആളുകൾക്കൊക്കെ കൈമാറുന്ന തരത്തിലാണ് ഈ നരേറ്റീവ് പറയേണ്ടത്. അന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മഹത്തായ പ്രതീകാത്മകമായ വിപ്ലവോജ്വലമായ ഒരു നടപടിയായിരുന്നു. ഇന്ന് നിങ്ങൾ ഇത് പറയേണ്ടത് MV ഗോവിന്ദൻ പിണറായി വിജയന് പരാതി കൊടുക്കട്ടെ, എന്നിട്ട് പിണറായി വിജയൻ്റെ പോലീസ് കേസ് ചാർജ് ചെയ്യട്ടെ, അങ്ങനെയുള്ളൊരു മാതൃകയാണ് പിൻപറ്റേണ്ടത്. അതിന് പകരം കേന്ദ്രത്തിലും കേരളത്തിലും പതിറ്റാണ്ടായി ഭരണമില്ലാത്ത കോൺഗ്രസ് പാർട്ടിയെയും അതിൻ്റെ പ്രസിഡന്റിനെയൊക്കെ നിങ്ങൾ ഇപ്പോഴും കുറ്റപ്പെടുത്തരുത്. ഞങ്ങൾ ഈ സംസ്ഥാന സർക്കാർ ഇതിനെതിരെ എടുക്കുന്ന ഏത് നിലപാടിൻ്റെ പിറകിലും അടിയുറച്ചുണ്ടാകും എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അഭിലാഷ്. ശരി, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇതിപ്പോ സംഘപരിവാറിന്റെ രാഷ്ട്രീയ താല്പര്യമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. മുസ്ലിം വിഭാഗത്തെ അധിക്ഷേപിക്കാനുള്ള സംഘപരിവാറിന്റെ ദേശീയ കാഴ്ചപ്പാട് ഈ തരത്തിലാണ്. അപ്പൊ അത് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഇതിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് എൻഡോഴ്സ് ചെയ്യുന്നുണ്ടാവില്ല, കാരണം അതിനുശേഷം കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇതിന് പിന്തുണ നൽകുന്ന വിധത്തിലാണ് സംസാരിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മകൻ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നിങ്ങളുടെ പാർട്ടിയുടെ സഖ്യകക്ഷിയാണ് താനും. അപ്പൊ ഇതിലൊരു ലാർജർ പൊളിറ്റിക്കൽ പ്ലാൻ ഉണ്ടോ? താങ്കൾ എനിക്ക് സമയം തരും എന്ന് ഞാൻ ധരിക്കുന്നു. ഒരു കാര്യം ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മലപ്പുറം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാംസ്കാരികമായ ഒരു തലസ്ഥാനമായിരുന്നു. പൂന്താനത്തിൻ്റെയും നാരായണ ഭട്ടതിരിപ്പാടിൻ്റെയും എഴുത്തച്ഛൻ്റെയും ആഴ്വാഞ്ചാരി തമ്പ്രാക്കളുടെയും പിൽക്കാലത്ത് നിരവധി എഴുത്തുകാരുടെയും ഏറ്റവും അവസാനം EMS നമ്പൂതിരിപ്പാടിൻ്റെയും അക്കിത്തമടക്കമുള്ള മുഴുവൻ കേരളത്തിൻ്റെ സാഹിത്യ മണ്ഡലത്തിലെ അറിയപ്പെടുന്ന അധികായകന്മാരുടെ നാടും ഒരു സാംസ്കാരിക കേന്ദ്രവുമായിരുന്നു. പക്ഷേ മലപ്പുറത്ത് പിൽക്കാലത്ത് സംഭവിച്ചതിനെക്കുറിച്ച് വ്യാധിയും ആവലാതികളും പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയ ആളാണ് മഹാനായിരുന്ന കേരള ഗാന്ധി എന്ന് അറിയപ്പെട്ടിരുന്ന കേളപ്പജി. എന്താണ് മലപ്പുറത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ മെക്കെട്ട് കയറാൻ പലരും ശ്രമിക്കുന്നത്? വാസ്തവത്തിൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ആളുകൾ മിണ്ടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏതെങ്കിലും എൻ്റെ ചെവിയിൽ ഞാൻ പറയുന്നത് എൻ്റെ ചെവിയിൽ തന്നെ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ്, അതായത് പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, അതല്ലെങ്കിൽ KPCC പ്രസിഡന്റ്, ഏതെങ്കിലും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് ഇതിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തെറ്റാണ്, അദ്ദേഹം മതവിദ്വേഷം പരത്തുകയാണ്, അദ്ദേഹം വിദ്വേഷ പ്രസംഗം നടത്തുകയാണ് എന്ന് പറഞ്ഞ ഒരു നിലപാട് ഇവരാരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, അവർ സജി ചെറിയാൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന എന്താ? നിങ്ങൾ നോക്കിയിട്ടില്ലേ സജി ചെറിയാൻ്റെ പ്രസ്താവന എന്താന്ന്? കാരണം ഇവർക്കെല്ലാവർക്കും അറിയാം എന്താണ് മലപ്പുറത്ത് വെച്ച് ബഹുമാന്യനായ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാണ്. ഞാനൊരു ഒറ്റ ഉദാഹരണം, ഒന്നല്ല, ഒരു 2-3 ഉദാഹരണം എന്നെ പറയാൻ അനുവദിക്കണം. ഞാൻ ഒന്നാമത്തെ കാര്യം ചോദിക്കട്ടെ. ഈ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല വാസ്തവത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്. പക്ഷെ മലപ്പുറത്ത് പോയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം ഏതാണ്ട് 74% മുസ്ലിം ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. ഇന്ന് 4.8% കേരളത്തിലെ ജനസംഖ്യയുടെ വളർച്ചയെങ്കിൽ 9.4% വളർച്ച മലപ്പുറത്തുണ്ട് എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അറിയാം. ദ ന്യൂ ബോൺ ചിൽഡ്രൻ്റെ ആവറേജ് എടുത്താൽ കേരളത്തിലെ ആവറേജിനേക്കാൾ കൂടുതലാണ് മലപ്പുറത്തെ ആവറേജ് എന്ന് അദ്ദേഹത്തിന് അറിയാം. ഞാനൊരൊറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പല ആളുകളും പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന ന്യൂനപക്ഷ വിരുദ്ധ. എങ്ങനെ ന്യൂനപക്ഷ വിരുദ്ധമാവുക? അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം സംസാരിക്കുന്നത് ഒരു സമുദായത്തിന് വേണ്ടിയാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 1980 എടുത്ത മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 1991 വന്നപ്പോൾ ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷമാണ് OBC സംവരണം വന്നത്. ആ OBC സംവരണത്തിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ
എന്താണ് മലപ്പുറത്തെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പിന്നോക്കക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് മാപ്പള എന്ന വാക്കാണ്. മാപ്പള എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമൂഹമാണ്, ഒരു പ്രത്യേക ട്രൈബാണ്. അറേബ്യൻ നിന്ന ആളുകൾ വന്ന് ഇവിടെ സന്താനോൽപാദനം നടത്തി തിരിച്ചു പോകുമ്പോൾ ഉണ്ടായ സന്തതികളെയാണ് മാപ്പള എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും OBC സംവരണത്തിലേക്ക് മുഴുവൻ മുസ്ലിങ്ങളെ കൊണ്ടുവന്നത് അനീതിയല്ലേ? അനീതിയല്ലേ? ഒന്നാമത്തെ പ്രശ്നം ഈ ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് എല്ലാം കൂടി ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമത്തെ പ്രശ്നം എന്താണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്? മലപ്പുറത്തെ മുസ്ലിമേതര ജനവിഭാഗം, ഈഴവരടക്കമുള്ള മുസ്ലിമേതര ജനവിഭാഗം ഭയന്ന് ജീവിക്കുന്ന ആളുകളാണ്. സ്വതന്ത്രമായി വായു പോലും ശ്വസിക്കാൻ കഴിയില്ല. ഈ ജനന നിരക്കിന്റെ കണക്ക്, ഒരു സ്ഥലത്ത് കൂടുതൽ ജനന നിരക്കുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് അവിടെ മറ്റുള്ള ആളുകൾ ശ്വസിക്കാൻ പറ്റില്ലേ? അഭിലാഷ് പറയൂ. പറയട്ടെ, നിങ്ങൾ എന്നെ ഇടപെടാൻ പറ്റില്ല. അല്ലല്ല, ഞാനെന്ന് അല്ലല്ല ഇടപെടാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കില്ല. ഞാൻ സംസാരിക്കട്ടെ. സംസാരിച്ചു കഴിഞ്ഞ് താങ്കൾക്ക് സമയം കിട്ടുമ്പോൾ താങ്കൾ പറഞ്ഞോളൂ, അല്ലാതെ ഇടപെടല്ലേ. എൻ്റെ പോയിന്റ് എന്ന് വളരെ ക്ലിയറാണ്. ആ പോയിന്റ് എന്ന് പറയുന്നത് ഈ 12% ഒരു കാരണവശാലും എല്ലാ മുസ്ലിങ്ങൾക്കും മതപരമായ OBC സംവരണം കൊടുക്കാൻ പാടില്ല. അത് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നോക്കക്കാരായി നിൽക്കുന്ന ജാതി സംവരണത്തിൻ്റെ പേരിൽ OBC എന്ന് പറയുന്ന ജാതി സംവരണത്തിൽ ഈഴവാദി പിന്നോക്കക്കാർക്ക് കിട്ടേണ്ട സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലതും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞാൻ ഉദാഹരണം പറയാം. ഓരോ പ്രാവശ്യവും ഇടതുപക്ഷവും വരുമ്പോഴും വലതുപക്ഷം വരുമ്പോഴും കേരളത്തിലെ ഈ SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ കോളേജുകൾ ചോദിക്കാറുണ്ട്. മലപ്പുറത്ത് ഒരു കോളേജ് പോലും അനുവദിച്ചിട്ടില്ല. എന്നാൽ കേരളത്തിലെ കോളേജുകളുടെ കണക്ക്, മലപ്പുറത്തെ മാത്രം കോളേജിന്റെ കണക്ക് ഞാൻ പറയാം. മലപ്പുറത്തെ മാത്രം കോളേജ്, ദന്തൽ കോളേജ് അടക്കം 20 കോളേജ്, എഞ്ചിനീയറിംഗ് അടക്കമുള്ള 20 കോളേജ് മലപ്പുറത്ത് അനുവദിക്കപ്പെട്ടു. മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക തരത്തിലുള്ള സ്കോളർഷിപ്പ് കൊടുക്കുന്നു. ഈ സ്കോളർഷിപ്പ് മുഴുവനും കിട്ടേണ്ടത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് ഏത് പ്രത്യേക തരത്തിലുള്ള സ്കോളർഷിപ്പ്? കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി ഉള്ള സ്കോളർഷിപ്പുകളുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേകമുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. അതല്ലാതെ മലപ്പുറത്തേക്ക് മാത്രമായി ഒരു സ്കോളർഷിപ്പും ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ താങ്കൾ പറഞ്ഞു 20 പ്രൊഫഷണൽ കോളേജുകൾ അവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിനാണ്. താങ്കൾ തന്നെ പറയുന്നു അവിടുത്തെ ജനസംഖ്യയുടെ കോമ്പിനേഷൻ. ഇവിടെ ഇന്നിപ്പോ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു തവണയെങ്കിലും ഒരു കോളേജിന് അംഗീകാരം തേടി അവിടെ SNDP യോഗമോ അതല്ലെങ്കിൽ SN ട്രസ്റ്റോ എവിടെയെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? അപേക്ഷിക്കാതെ അല്ലെങ്കിൽ ഒരു കോളേജിന് വേണ്ടി ശ്രമിക്കാതെ അവിടെ ഒരു കോളേജ് ഇല്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് കഥയുണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ? ശരി, ഞാൻ അങ്ങ് പറഞ്ഞ അങ്ങയുടെ വാദമൊക്കെ അവതരിപ്പിക്കാനുള്ള എല്ലാ അവകാശവും അങ്ങേക്കുണ്ട്. പക്ഷേ വസ്തുതകളാവണ്ടേ? കടുത്ത വസ്തുതാ വിരുദ്ധത വരുമ്പോഴാണ് ഞാൻ ഇടപെടുന്നത്. ഞാൻ ഇടപെടണമെന്ന് വിചാരിച്ചത് പോലും അല്ല. ഒരു സെക്കൻഡ് അല്ല നിങ്ങൾ ഇടപെടുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇതിലേതാണ് യാഥാർത്ഥ്യം? മാതൃഭൂമിക്കോ അല്ലെങ്കിൽ ഇതിലിരിക്കുന്ന പല ആളുകൾക്കോ കഴിയില്ല. ഞാൻ പറഞ്ഞോട്ടെ, SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഓരോ പ്രാവശ്യം വരുന്ന ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും ഞങ്ങൾ കോളേജുകൾ തരണം. അതിന്റെ എന്തെങ്കിലും ഒരു രേഖ ശ്രീ ഗോപാലകൃഷ്ണൻ ഇത് കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കാമോ? ഇപ്പൊ ഞാൻ ചോദിക്കുന്നില്ല. അത് വെള്ളാപ്പള്ളി നടേശനാണല്ലോ തരേണ്ടത്. ഉണ്ടെന്ന് താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നിങ്ങൾ ഒരു മിനിറ്റ് എന്നെ ഒന്ന് പറയാം. മലപ്പുറത്ത് എയ്ഡഡ് കോളേജ് ചോദിച്ചതിന്റെ SNDP അല്ലല്ലോ, SN ട്രസ്റ്റ് മലപ്പുറത്ത് എവിടെയാണ് കോളേജ് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ കോളേജ് ആവശ്യപ്പെട്ടിട്ട് കിട്ടാതിരുന്നത്? ഏത് സർക്കാരിന് മുമ്പിലാണ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം ആവശ്യപ്പെട്ടത്? അതെന്തുകൊണ്ട് കിട്ടിയില്ല? അതൊന്ന് വിശദീകരിച്ചാൽ മതി. അങ്ങ് വസ്തുത പറയുമ്പോ പൊള്ളുന്നു എന്നൊക്കെയാണ് പറയുന്നത്. വസ്തുതയാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, ഈ വസ്തുത ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചുള്ള ചർച്ചയാണിത്. വളരെ വെള്ളാപ്പള്ളി നടേശനാണല്ലോ പറഞ്ഞത്. SN ട്രസ്റ്റ് പല പ്രാവശ്യം ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും ചോദിച്ചു, ഒരു മൈക്കുമായിട്ട് നിങ്ങൾ പോ മാതൃഭൂമി, എന്നിട്ട് വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കാം. വെള്ളാപ്പള്ളി നടേശനോട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യത്തിൽ ഒരു ഓതന്റിസിറ്റി വേണ്ടേ ശ്രീ ഗോപാലകൃഷ്ണൻ? എവിടെയാണ് SN ട്രസ്റ്റ് കോളേജുകൾ ചോദിച്ചിട്ട് കൊടുത്തില്ല, ഒരു വിഭാഗത്തിന് മാത്രമായി കൊടുത്തു എന്നുള്ളതാണ് താങ്കളുടെ ആരോപണം. എവിടെ? മലപ്പുറത്തെ എവിടെയാണ്? ഏത് കോളേജാണ് ആലോചിച്ചത്? എവിടെയാണ് കോളേജിന് വേണ്ടി പ്രപ്പോസൽ കൊടുത്തത്? ആ പ്രപ്പോസലിൽ എന്തായിരുന്നു മറുപടി? ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? താങ്കൾ ഒരു വാദം പറയുമ്പോൾ താങ്കൾ തന്നെ സാധൂകരിക്കണ്ടേ? എന്തിനാ? അല്ല,
ഞാൻ പറഞ്ഞ വാദം എന്താ? SNDPയുടെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ കുറിച്ചാണ് ചർച്ച. അദ്ദേഹം ആ പ്രസ്താവന പറയാൻ കാരണം അദ്ദേഹം കൊടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് പിന്നോക്ക വിഭാഗക്കാർക്ക് മലപ്പുറം ജില്ലയിൽ ഒന്നും കിട്ടുന്നില്ല എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, ഞാൻ പല പ്രാവശ്യം രേഖകൾ വെച്ചു, പക്ഷെ കിട്ടുന്നില്ല. നിങ്ങൾക്കതിൽ തർക്കമുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മൈക്കുമായിട്ട് അദ്ദേഹത്തിനടുത്ത് പോ. നിങ്ങൾ പറയുന്നത് ശരിയാണോ? ഇനി വേണ്ട, കേരളത്തിലെ മുഖ്യമന്ത്രിയില്ലേ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവില്ലേ, ചോദിക്കാൻ പറ വെള്ളാപ്പള്ളി നടേശനോട്. നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, ചോദിക്കാൻ പറ ധൈര്യം ഉണ്ടെങ്കിൽ. എന്തേ ഇവരാരും അക്ഷരം മിണ്ടാത്തത്? ഞാൻ ചോദിക്കുകയാണ്, എന്തേ പ്രതിപക്ഷ നേതാവ് മിണ്ടാത്തത്? എന്തേ പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം പോലും വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിൽ സംസാരിക്കാത്തത്? അവർക്കിതറിയാം, ഈ കാര്യങ്ങൾ അവർക്കറിയാം. അതുകൊണ്ട് മാതൃഭൂമി മൈക്കുമായിട്ട് വെള്ളാപ്പള്ളി നടേശനെടുത്ത് പോവുക. ശ്മശാനത്തിന് എത്ര കേസ്? ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം ജില്ലയിൽ ശ്മശാനം ഒരു മിനിറ്റ് കഴിഞ്ഞു, ഞാൻ നിർത്തി. മലപ്പുറം ജില്ലയിൽ ശ്മശാനത്തിനു വേണ്ടി എത്ര കേസുകൾ നിലവിലുണ്ടെന്ന് നിങ്ങൾക്കറിയോ? പിന്നോക്കക്കാർക്ക് ശ്മശാനം കിട്ടണമെങ്കിൽ എനിക്കറിയാം. പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം BJP സമരം നടത്തിയതാണ്. പഞ്ചായത്ത്, മലപ്പുറം ജില്ലയിലെ പഞ്ചായത്തുകളിൽ പിന്നോക്കക്കാർക്ക് ശ്മശാനം അനുവദിക്കുന്നില്ല. അതിന്റെ പേരിൽ സമരം ചെയ്യാൻ പോയതിൽ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഓരോ വിഷയവും അറിയാം. അവിടെ പൊന്നാനി താലൂക്കുമായി ബന്ധപ്പെട്ട് ഒരു ബ്രിഡ്ജ് വരുന്നതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം അടിച്ച് തകർക്കാൻ പോയത്, ഒഫീഷ്യലായിട്ട് പോയത്, ജലീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പോയതാണ്. ഇയാൾ പറയുന്നതൊക്കെ ഭയങ്കര അടിസ്ഥാന. ഞാൻ ചോദിക്കട്ടെ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ OBC സംവരണം ഞാൻ തീർത്തു. സംവരണം പിന്നോക്കക്കാർക്ക് കിട്ടേണ്ടത് മുസ്ലിം സമൂഹത്തിന് കൊടുത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉദ്ധരിച്ചത്. ഉത്തരം പറയണം ഇവര്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, മാറി മാറി വന്ന സർക്കാരുകൾ, LDFന്റെയും UDFന്റെയും സർക്കാരുകൾ അവിടുത്തെ സാമൂഹ്യ വിഭാഗങ്ങളെ എല്ലാവരെയും ഒരുപോലെ കണ്ടില്ല. ഒരു വിഭാഗത്തിന് അനുകൂലമായ സമീപനം സ്വീകരിച്ചു. അതുകൊണ്ട് ഒരു വിവേചനം നേരിട്ടതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് BJPയുടെ പോയിന്റ്. ഞാൻ അതിലേക്ക് വരാം. അഭിലാഷേ, ഈ B. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന BJP നേതാവ് ഇത്തരം ചർച്ചയെപ്പോലും ഒരു ഹെയ്റ്റ് ക്യാമ്പയിനായിട്ട് മാറ്റുകയാണ്. ചരിത്രവും വസ്തുതകളുമായിട്ട് ബന്ധമില്ലാത്ത ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇവിടെ അറേബ്യയിൽ നിന്ന് വന്ന ആളുകളാണോ ഇവിടുത്തെ മുസ്ലിങ്ങളെ ഉണ്ടാക്കിയ ആൾക്കാർ? മുസ്ലിങ്ങൾ അവരുൽപ്പാദിപ്പിച്ചു പോയതാണോ? ഇവിടെ ജാതി വിവേചനത്തിൻ്റെ, ബ്രാഹ്മണ്യ അധികാരത്തിൻ്റെ എല്ലാ ഉച്ചനീചത്വങ്ങളും സഹിച്ച് ഗതികെട്ട ആളുകൾ സമത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരാശയമായി ഇസ്ലാം ഇവിടെ വന്നപ്പോൾ കൂട്ടത്തോടെ ഇസ്ലാം സ്വീകരിച്ചു. ഇവിടുത്തെ പിന്നോക്കക്കാരാണ്, ഇവിടുത്തെ ദളിതരാണ് ഇസ്ലാം സ്വീകരിച്ചത്. കോഴിക്കോട്ടായാലും മലബാറിൻ്റെ ഏത് മേഖലയിലായാലും ഇസ്ലാമിന് സ്വാധീനമുണ്ടായ എല്ലാ പ്രദേശങ്ങളിലെയും ആളുകൾ അറേബ്യയിൽ നിന്ന് വന്ന ആൾക്കാരല്ല. അറേബ്യയിൽ നിന്ന് വന്നവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഇവിടുത്തെ മാപ്പിളമാരെന്നൊക്കെയുള്ള എന്ത് ചരിത്രാവതരണമാണ്, എന്ത് ചരിത്ര വ്യാഖ്യാനമാണ് ഗോപാലകൃഷ്ണൻ നടത്തുന്നത്? ഗോപാലകൃഷ്ണൻ വസ്തുതാവിരുദ്ധമായി സംസാരിക്കരുത്. ചരിത്രം പഠിക്കുന്നവരാണ് നമ്മൾ. ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന ആളുകളാണ്. മുസ്ലിങ്ങൾ ഒരു വംശമല്ല, വിശ്വാസ സമൂഹമാണ്. അതൊരു വിശ്വാസ സമൂഹമാണ്. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല, മിണ്ടാതിരിക്കണം. നമ്മൾ തമ്മിൽ ഒരു മര്യാദ വേണം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകൾ തമ്മിൽ ഞാൻ ഇടപെട്ടില്ലല്ലോ താങ്കൾ സംസാരിക്കുമ്പോൾ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗോപാലകൃഷ്ണൻ ഇവിടെ വളരെ അപകടകരമായ ഒരു പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. ഏത് ചരിത്രകാരനാണ് പറഞ്ഞിട്ടുള്ളത്? ദാശരഥി എന്ന കള്ളപ്പേരിൽ RSSകാർ കോഴിക്കോട്ടെ ജയഭാരത പബ്ലിക്കേഷൻ വഴി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, മലബാറിലെ മാപ്പിള ലഹളകൾ. ആ മാപ്പിള ലഹളയിൽ ആരോപിക്കുന്ന ചരിത്രവുമായിട്ടൊരു ബന്ധം ഇല്ലാത്ത ഇവിടുത്തെ ജനസംഖ്യയിലെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് നരവംശാസ്ത്രപരമായിട്ടോ ചരിത്രപരമായിട്ടോ ഒരു സാധൂകരണവും ഇല്ലാത്ത വാദങ്ങൾ, ഇതുപോലുള്ള ചർച്ചകൾ ഉന്നയിച്ചിട്ട് മാതൃഭൂമി പോലുള്ള ഒരു ചാനലിലൂടെ എന്താണ് മുസ്ലിങ്ങളെല്ലാം അങ്ങ് അറേബ്യയിൽ നിന്ന് വന്നവരാണെന്ന് വരുത്തി തീർക്കുന്നത് അപകടകരമായ ഒരു പ്രവണതയാണ്. അഭിലാഷേ, അത് അനുവദിക്കാൻ പറ്റില്ല. പിന്നീട് ഇനി വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനായാലും സുകുമാരൻ നായരായാലും AP സുന്നിയുടെ നേതാവായിരിക്കുന്ന കാന്തപുരമായാലും EK സുന്നിയുടെ നേതാവായിരിക്കുന്ന ജിഫ്രി തങ്ങളായാലും ഇവരെല്ലാം തന്നെ അവരുടെ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ
ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ന്യായമായി അർഹമായ കോളേജുകളും സ്കൂളുകളും ഒക്കെ അനുവദിച്ചിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ അറിയാമല്ലോ, ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടുത്തെ SNDP, NSS ഇതുപോലുള്ള സമുദായ സംഘടനകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തമ്മിൽ ഒരു താരതമ്യം നടത്തിയാൽ ചരിത്രപരമായി തന്നെ ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ അനുവദിച്ച് കിട്ടിയവരും നടത്തുന്നവരുമാരാണ് SNDP. അതുപോലെ തന്നെ SNDP യോഗമാണ്. ഹിന്ദു സമുദായത്തിലെ ഏതെങ്കിലും ദളിത് സംഘടനകൾക്ക് സ്കൂൾ കോളേജ് നടത്താൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ചില സംഘടനകൾ ചില ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നടത്താൻ പറ്റുന്നില്ലല്ലോ. സമുദായ സംഘടനകൾക്ക് നടത്താൻ പറ്റുന്നല്ലോ. ഹിസ്റ്റോറിക്കലായിട്ട് ചരിത്രപരമാണ് കാരണം. SNDPക്ക് കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്. അതേപോലെ തന്നെ അവർക്ക് അനവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്താൻ ഗവൺമെൻറ് അനുമതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മലപ്പുറത്തെ ഒരു സവിശേഷമായ ഒരു വിഷയമാക്കി, ഒരു പ്രദേശമാക്കി അവിടെ പിന്നോക്ക സമുദായക്കാർക്ക് ഒന്നും കിട്ടുന്നില്ല. എൻ്റെ സുഹൃത്തെ ഗോപാലകൃഷ്ണ, താങ്കൾ അവിടെ കോളനി പോലും ശ്മശാനം പോലും ഉണ്ടാക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ വാദിക്കുമ്പോൾ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ നമ്മുടെ രാജ്യം? മലപ്പുറം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമെല്ലാം നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പ്രദേശമാണ്. നൗഷാദ് അലി മലപ്പുറത്തുകാരനാണ്. മലപ്പുറത്ത് അങ്ങനെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ശ്മശാനം ഉണ്ടാക്കാൻ, കോളനികൾക്ക് ശ്മശാനം ഉണ്ടാക്കാൻ അനുവാദം കിട്ടാത്ത ഒരു പ്രശ്നമേ ഇല്ല. ഗോപാലകൃഷ്ണൻ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. വിഷയത്തെ മലപ്പുറം എന്ന ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് മതവുമായി സമീകരിച്ച് വളരെ അപകടകരമായ വിദ്വേഷ പ്രചരണത്തിന് ഇത്തരം ചർച്ചകൾ ഉപയോഗിക്കാൻ പാടില്ല. അത് അനുവദിക്കാൻ അഭിലാഷിനെ പോലുള്ള ഒരു അവതാരകൻ കൂട്ടുനിൽക്കരുത് എന്നാണ് എനിക്ക് പറയാൻ. ഞാൻ കൂട്ടുനിൽക്കുന്നൊന്നുമല്ല. ആളുകൾ വർത്തമാനം പറയുന്നു, അതിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഇടപെടുന്നു, അത്രയേ ഉള്ളൂ. KP നൗഷാദ് അലി, ഇപ്പം എന്തുകൊണ്ട് വെള്ളാപ്പള്ളി ഇത് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് BJPയുടെ ഭാഷ്യം, മലപ്പുറത്ത് കോളേജ് കിട്ടുന്നില്ല, എയ്ഡഡ് സ്ഥാപനങ്ങൾ കിട്ടുന്നില്ല, എന്തിനേറെ പറയുന്ന ഒരു ശ്മശാനം പോലും കിട്ടുന്നില്ല, ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതെന്നാണ് വ്യാഖ്യാനം. ഞാൻ അഭിലാഷിനോട് അതിനൊരു മറുപടി വളരെ മാന്യമായിട്ട് ഞാൻ പറയുകയാണ്. അതായത് ഈ ഗോപാലകൃഷ്ണൻ എത്രമാത്രം മ്ലേച്ഛമായ ഒരു വാചകമാണ് ഉപയോഗിച്ചത് എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഈ അറബികൾ വന്ന് സന്താനോൽപാദനം നടത്തിപ്പോയ ഒരു കാസ്റ്റ് എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിക്കുമ്പോൾ അത് എത്രമാത്രം വേദനാജനകമായാണ് അദ്ദേഹം ഇങ്ങനെ നിർലജ്ജം അത് പറയുന്നത് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഈ അറബികൾ സന്താനോൽപാദനം നടത്തുമ്പോൾ ബാക്കി അറബികളല്ലാത്ത ആളുകളൊക്കെ വല്ല മുട്ടയിട്ട് അടവിരിക്കുകയാണ് എന്നാണോ ഗോപാലകൃഷ്ണൻ കരുതിയതെന്ന് എനിക്കറിയില്ല. ഏതായാലും വളരെയധികം എൻ്റെ ഒരു പ്രതിഷേധവും വേദനയും ഞാൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങളിൽ അറിയിക്കുകയാണ്. കാരണം മാപ്പിളമാരെന്ന് പറഞ്ഞ റിബല്യൻ കാറ്റഗറിയിൽ ബ്രിട്ടീഷുകാർ പെടുത്തിയത് അവരുടെ സമരവീര്യം കാരണം അത്ഭുതപ്പെട്ടിട്ടാണ്. അപ്പോൾ അത്തരം ആളുകളോടൊക്കെ ബ്രിട്ടീഷുകാരുടെ പാദസേവ നടത്തിയ പ്രത്യയശാസ്ത്രത്തിന് പകയുണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ഇത്തരത്തിലൊക്കെ ആക്ഷേപിച്ചത് തീർക്കുമ്പോൾ ഗോപാലകൃഷ്ണന് ശ്രീമതി ടീച്ചറോട് മാപ്പ് പറയുന്ന മാതിരി ഏത്തമിട്ട് മാപ്പ് നിരന്തരം പറയേണ്ട അവസ്ഥ വരും. ഞാൻ ഏതായാലും കേസിനൊന്നും പോകുന്നില്ല എന്ന് ഗോപാലകൃഷ്ണനെ അറിയിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ വെള്ളാപ്പള്ളിക്ക് കോളേജ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കണക്ക് പരിശോധിച്ചാൽ 190 എയ്ഡഡ് കോളേജ് കേരളത്തിലുണ്ട്. അതിൽ 6 പോളിടെക്നിക്, 3 എഞ്ചിനീയറിംഗ് കോളേജ്, 181 എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്. അതിൽ 82 ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണ്. അതിൽ 62 ഹിന്ദു മാനേജ്മെൻ്റ് ആണ്. 38 മുസ്ലിം മാനേജ്മെൻ്റ് ആണ്. ഈ ഹിന്ദു മാനേജ്മെൻറ്റിലുള്ള 62 കോളേജിൽ 22 NSSനും 24 SNDPക്കുമാണ് ഉള്ളത്. അവർ വന്ന് ആ സംഘടന വന്ന് മലപ്പുറത്ത് ഇവിടെയും ഒരു കോളേജ് സ്ഥാപിക്കാത്തതിൽ ഒരു മലപ്പുറംകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് അവരോട് പ്രതിഷേധമുണ്ട്. അവരത് ചെയ്യാത്തതിന് എന്തു ചെയ്യാൻ പറ്റും? അത് അത്തരത്തിലൊക്കെ കണക്കുകൾ ഇവിടെ ഉണ്ടായിരിക്കെ ഇത്തരത്തിലൊക്കെയുള്ള നരേറ്റീവുകൾ ഉണ്ടാക്കുന്നത് വേദനാജനകമാണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. കോട്ടയത്തും പത്തനംതിട്ടയിലും പോയിട്ട് അവിടെ മുസ്ലിം പ്രാതിനിധ്യമില്ല, മുസ്ലിങ്ങൾക്ക് കോളേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുപോലെ കാസർഗോഡ് എന്നിട്ട് NSSന് ഒരു കോളേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ ഓരോ പ്രദേശങ്ങളിൽ ഓരോ സംഘടനയ്ക്കൊക്കെ സ്വാധീനമുണ്ടാകുമ്പോൾ അവരവിടെ സ്ഥാപനങ്ങൾ തുടങ്ങും. അത് കേരളം മൊത്തം ഒരു കണക്കെടുക്കുമ്പോൾ സാമൂഹിക നീതിയുടെ കാര്യത്തിലുള്ള ആ ഇക്വാലിറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ ലഭ്യമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഗോപാലകൃഷ്ണൻ ആക്ഷേപിച്ചത് OBC സംവരണത്തിൽ മുസ്ലിം വിഭാഗത്തെ ഉൾപ്പെടുത്തുന്നു, അതിനെ ജാതിയായി തിരിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ആയിട്ട് 4 നൂറ്റാണ്ടോ 3 പതിറ്റാണ്ടോ ഒക്കെ പൂർത്തിയാവുകയാണ്. അദ്ദേഹം ആ ഭാരവാഹിയായ ആദ്യ 10-15 വർഷം അദ്ദേഹത്തിന് ഇത്തരമൊരു നിലപാടില്ലായിരുന്നു. അങ്ങ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള SNDPയുടെ ഒരു നേതാക്കൾക്കും അങ്ങനെ ഒരു നിലപാടില്ലായിരുന്നു. അന്നും RSSകാരും സംഘപരിവാറുകാരും ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഈ നെറേറ്റീവിൻ്റെ ആളുകളാണ്. അവരുടെ നെറേറ്റീവ് അവർക്ക് കുറച്ച് ആധിപത്യം കിട്ടുന്ന സമയം വന്നപ്പോൾ ചിലരെയൊക്കെ സ്വാധീനിച്ചു എന്നുള്ളത് കൊണ്ടാവാം വെള്ളാപ്പള്ളി നടേശന് ആ നെറേറ്റീവിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്.
പഴയകാല ഈഴവ പ്രസ്ഥാനത്തിനും SNDPക്കും SN ട്രസ്റ്റിനും ഒന്നും ഇങ്ങനെ ഒരു നിലപാടില്ലായിരുന്നു. ഇവിടെ ന്യൂനപക്ഷങ്ങളും SN ട്രസ്റ്റും ഒക്കെ പരസ്പരം ഇഴുകിച്ചേർന്ന് ധനസഹായവും സ്ഥലം വിട്ടുകൊടുത്തും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ പരസ്പരം സഹായിച്ചൊക്കെ മുന്നോട്ട് പോയ ആളുകളാണ്. ഇപ്പം ഇദ്ദേഹം കേളപ്പൻ്റെ കഥ ഇവിടെ പറയുന്നു. കേളപ്പജി മരിച്ചിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ടു. അതൊക്കെ പഴയ കേരളത്തിൽ ഒരു വിഭജനാന്തര ഇന്ത്യയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ സമൂഹം ഇന്ന് മുന്നോട്ടാണ് പോകുന്നത്. അങ്ങനെ ഈ സമൂഹം മതേതരമായി മുന്നോട്ട് പോകാൻ കാരണം മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിയുടെ സാന്നിധ്യമാണ് എന്നുള്ളത് മലപ്പുറത്തെ BJPക്കാർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ നല്ല നിലയിൽ പോകുന്ന ഒരു സിസ്റ്റത്തെയൊക്കെ അദ്ദേഹം ഇങ്ങനെയുള്ള അസത്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുളം കലക്കാൻ മുന്നോട്ട് വരരുത്. ഇനി മലപ്പുറത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറത്തെ ഒരു BJP നേതാവിനെ നിങ്ങളെ ചർച്ചയ്ക്ക് കൊണ്ടിരുത്തിയിട്ട് ഇത്തരത്തിലൊക്കെ അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? നിങ്ങൾ നിർബന്ധിച്ച് പഠിപ്പിച്ചാലും അദ്ദേഹത്തിന് പതറാതെ പറയാൻ കഴിയില്ല. കാരണം ഈ ജില്ലയിൽ അത്തരത്തിലുള്ളൊരു വിഷയങ്ങളില്ല. വലിയൊരു സാഹോദര്യവും സൗഹാർദ്ദവും കളിയാടി മുന്നോട്ട് പോകുന്ന ഒരു ജില്ലയാണിത്. ഇവിടെ വല്ല കലാപം ഉണ്ടാവണമെങ്കിൽ 92 ഡിസംബർ ബാബരി മസ്ജിദിൻ്റെ ധ്വംസനാനന്തരം കലാപം ഉണ്ടാവേണ്ടതായിരുന്നു. മറ്റ് പല ജില്ലകളിൽ ഉണ്ടായതിനേക്കാളും ശാന്തമായ അന്തരീക്ഷവുമായിട്ട് അതിനെ മറികടന്ന ആളുകളാണ്. ഇവിടെ അത്തരത്തിലുള്ളൊരു വിഷയങ്ങളില്ല. പക്ഷേ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ നരേറ്റീവ് വേണം, നിങ്ങൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കണം, അങ്ങനെ പോളറൈസേഷൻ വേണം. അതിനുവേണ്ടി നിങ്ങൾ പലതരത്തിലുള്ള മായാവി കഥകളും കൺകെട്ട് കഥകളും ഒക്കെ ആയിട്ട് നിങ്ങൾ വരുന്നതാണ്. ചില ആളുകളൊക്കെ അതിനകത്ത് പെട്ടുപോകുന്നുണ്ടെങ്കിൽ അത് ക്ഷണികമാണ്. അവരൊക്കെ അത് മനസ്സിലാക്കി അവർ പുറംതിരിഞ്ഞ് പിന്നോട്ട് നടക്കുന്ന കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ പറയരുത്. വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ സംഘപരിവാർ ഒരുപാട് നടത്തുന്നുണ്ട്. അതിൽ വരുന്നത് നിങ്ങളിങ്ങനെ വന്ന് ചാനലിൽ വന്ന് പറഞ്ഞാൽ ശ്രീമതി ടീച്ചറോട് ഏത്തമിട്ട് മാപ്പ് പറഞ്ഞ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടർക്കഥയായി മാറും എന്ന് മാത്രമാണ് ഗോപാലകൃഷ്ണനോട് വളരെ സ്നേഹബുദ്ധിയായി. ഗോപാലകൃഷ്ണൻ, ഇതൊക്കെ നമ്മുടെ ഈ സാമൂഹ്യ സൗഹാർദ്ദത്തിന്റെ കൂടി കാര്യമല്ലേ? രാഷ്ട്രീയ കക്ഷികൾക്ക് പല അഭിപ്രായങ്ങൾ, പല വിഷയങ്ങളുണ്ടാവും. പക്ഷെ നമ്മളങ്ങനെ ഒരു നാടിന്റെ സമാധാന നില തകർക്കേണ്ടതുണ്ടോ? ഒരു ജില്ലയിലെ ജനങ്ങൾ ഭയന്ന് ജീവിക്കുകയാണ്, ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അതൊരു പ്രത്യേക രാജ്യമായി പ്രവർത്തിക്കുകയാണ് എന്നൊക്കെ പറയുന്നതിനെ പിന്തുണയ്ക്കേണ്ട വല്ല കാര്യമുണ്ട്? നിങ്ങൾക്ക് തന്നെ സംഘടനാ സംവിധാനങ്ങളും മറ്റും ഒക്കെ ഉള്ള ഒരു സ്ഥലമല്ലേ? എന്തിനാണ് പിന്നെ ഈ താങ്കൾ പറഞ്ഞ OBC സംവരണവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഇതേ SNDP മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളുമായി സഹകരിച്ച് സംവരണ സംരക്ഷണത്തിന് വേണ്ടി ഒരുമിച്ച് പോരാടിയ ചരിത്രം ഒരു 1.5 പതിറ്റാണ്ട് മുമ്പുണ്ടായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി മുമ്പുണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ അവിടെ ഉള്ള കാര്യമാണ്. എന്തിനാണ് ഒരു ജില്ലയെ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തെ ഒരു തരത്തിൽ ഡിമോണൈസ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഭാര്യ വീട് മലപ്പുറത്താണ്. ഞാൻ നിരന്തരം ബന്ധപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ മലപ്പുറത്തെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇവിടെയൊക്കെ പറയാറുണ്ട്. നമ്മൾ കോഴിക്കോട് നിന്ന് കാറിന് വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോലും നിർത്തുന്നത് തൃശ്ശൂർ ജില്ലയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. കാരണം മലപ്പുറത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അവിടെ പൈസ കൊടുക്കാൻ, നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് പൈസ കൊടുക്കാൻ ഒരു 10 പേരുണ്ടാവും. അത്രയും സ്നേഹത്തോടെ അങ്ങേയറ്റം സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ജനങ്ങളുള്ള ഒരു സ്ഥലത്തെ വെറുതെ ഒരാവശ്യവുമില്ലാതെ കരിവാരിത്തേക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇതുകൊണ്ടൊക്കെ എന്ത് രാഷ്ട്രീയ നേട്ടം കിട്ടുമെന്നാണ്? അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളല്ലേ, അല്ലാതെ മലപ്പുറത്ത് പോകാത്ത ആളുകളൊക്കെ ഒരുപാട് പേരുണ്ടാവുമോ ഈ നാട്ടിൽ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ മലപ്പുറത്തെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ OBC സംവരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വലിയ സൗഹൃദമാണ്, സ്നേഹമാണ്, മതേതരത്വമാണ്. ഞാൻ മതേതരത്വ വിരുദ്ധമായിട്ടോ സ്നേഹവിരുദ്ധമായിട്ടോ സൗഹൃദത്തിന് വിരുദ്ധമായിട്ടോ ഒന്നുമല്ല. ഞാൻ ഫാക്റ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ഫാക്റ്റ് വേലായുധൻ പണിക്കശ്ശേരി എഴുതിയ പുസ്തകം നൗഷദാലി വേണമെന്ന് വായിച്ചു നോക്കിക്കോളൂ. അതിനകത്ത് മാപ്പിള എന്ന വാക്കിൻ്റെ അർത്ഥം മുഴുവൻ മുസ്ലിങ്ങളെയും ഉൾക്കൊള്ളുന്നില്ല. മാപ്പിള എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. ആ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് വേലായുധൻ പണിക്കശ്ശേരി എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് തർക്കിക്കാനൊന്നുമില്ല. ആ പുസ്തകം നിങ്ങൾ വായിച്ചാൽ മതി. പക്ഷേ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടി നിൽക്കുന്ന ആളുകളെയാണ് മാപ്പിള എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ മാപ്പിള എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇനി ആ മാപ്പിള എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും താഴെ നിൽക്കുന്ന പിന്നോക്ക വിഭാഗക്കാരാണ്. നിങ്ങളത് മാറ്റി, ആ മണ്ഡൽ കമ്മീഷൻ കാഴ്ചപ്പാട് മാറ്റി നിങ്ങളതിനെ മുഴുവൻ മുസ്ലിം സമൂഹത്തിന് കൊടുത്തു. വാസ്തവത്തിൽ മാപ്പിള എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിലെ പിന്നോക്കക്കാരെയാണ് നിങ്ങൾ വഞ്ചിച്ചത്, ഇടതുപക്ഷവും വലതുപക്ഷവും. അത് ഞാൻ പറയുമ്പോൾ മാപ്പിള എന്നുള്ള വാക്ക് പറഞ്ഞ് അതിൻ്റെ മുകളിൽ നിങ്ങൾ പോയിട്ട് കാര്യമില്ല. വളരെ കൃത്യമാണ്, മുസ്ലിം സമൂഹത്തിലെ പിന്നോക്കക്കാരെ വഞ്ചിക്കുകയാണ് ചെയ്തത്. കാരണം ഒരു സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് കൊടുത്ത സംവരണമാണ് ജാതി സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ OBC. ആ OBCയിൽ ഇന്ന് 12% മതാടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. ഈ മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. ആ മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുത്തതുകൊണ്ട്
ഒരു നമ്പൂതിരി മതം മാറിയാൽ ആ നമ്പൂതിരിക്ക് സ്വാഭാവികമായിട്ടും സംവരണം കിട്ടുന്ന അവസ്ഥയിലേക്ക് വന്നു. പിന്നോക്കക്കാരൻ്റെ സംവരണമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അതാണ് നമ്പർ 1. അതിനെ നിങ്ങൾ എതിർക്കും, സ്വാഭാവികമാണ്. ഗോപാലകൃഷ്ണൻ പറയുന്നതിനെ എതിർക്കും. രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോൾ നേരത്തെ CPM-ൻ്റെ പ്രതിനിധി മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ കോളേജുകൾ, ഏറ്റവും കൂടുതൽ സ്കൂളുകൾ. എൻ്റെ കുഞ്ഞിക്കണ്ണ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്നതാണ് തെറ്റ്. SNDPക്ക് കേരളത്തിൽ എവിടെയാണ് മെഡിക്കൽ കോളേജ് ഉള്ളത്? NSSന് കേരളത്തിൽ എവിടെയാണ് ഒരു മെഡിക്കൽ കോളേജ് ഉള്ളത്? ഒന്ന് പറഞ്ഞു തരുമോ? എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ കറക്റ്റ് ചെയ്യാം. നിങ്ങൾക്കായിരിക്കും എന്നേക്കാൾ കൂടുതൽ വിവരം. SNDPക്കും NSSനും കേരളത്തിൽ SN ട്രസ്റ്റിന്റെ പേരിലോ NSSന്റെ പേരിലോ ഒരു മെഡിക്കൽ കോളേജ് ഇല്ല. അതേസമയത്ത് മെഡിക്കൽ കോളേജ് തുടങ്ങാത്തതിന്റെയും കൂടി പാപഭാരം മുസ്ലിങ്ങൾ പേരണോ? അവർക്ക് തുടങ്ങിക്കൂടായിരുന്നു? ആരെങ്കിലും തുടങ്ങണ്ടെന്ന് പറഞ്ഞോ? അല്ല, അത് നിങ്ങൾ ചോദിച്ചത് വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യമാണ്. ഞാൻ തീർച്ചയായിട്ടും ആ ചോദ്യത്തെ അംഗീകരിക്കുന്നു. നിങ്ങൾ സംസാരിക്കല്ല സ്റ്റാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കേരളം ഭരിച്ചത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. എല്ലാ കാലഘട്ടത്തിലും വിദ്യാഭ്യാസ മന്ത്രിയാവുന്നത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് 147 എഞ്ചിനീയറിംഗ്, ഫാർമസി, ദന്തൽ കോളേജുകൾ കേരളത്തിലുള്ളപ്പോൾ 20 ദന്തൽ മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ മുസ്ലിം സാശ്രയ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളപ്പോൾ ന്യൂനപക്ഷ അധികാരത്തിൻ്റെ പേരിൽ 50% ആ സമുദായത്തിന് മാത്രം കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് NSSനും SNDPക്കും ഒരെണ്ണം കിട്ടുന്നില്ല എന്നുള്ളതിന് എന്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ കേരളം ഭരിക്കുന്നവർ കൊടുക്കണം. അത് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ അവരോട് സ്വാഭാവികമായും ഈ അവർ ചോദിച്ചിരുന്നോ? ഇപ്പോ നോക്കൂ, ഇവിടെ കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജ് CSI സഭ ഇവിടെ തിരുവനന്തപുരത്ത് കാരക്കോണത്ത് കോളേജ് തുടങ്ങി, പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, ഓരോരോ വിവിധ സഭാ വിഭാഗങ്ങൾ തുടങ്ങി. NSSO SNDPയോ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ അവർ തീരുമാനമെടുത്ത് അവര് അപേക്ഷിക്കണ്ടേ സാർ? ഇതിപ്പോ ആർക്കെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? അവര് തീരുമാനിക്കണ്ടേ അത്? നല്ല ചോദ്യമാണ്. പക്ഷേ ഉണ്ടല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി. അതെങ്ങനെയാണ്? ഞാൻ ഇവരാരും അല്ല പറഞ്ഞല്ലോ. അപ്പൊ നൗഷദ് അലി മിണ്ടാതിരിക്കേ, നൗഷദ് അലി മിണ്ടാതിരിക്കൂ. ഞാൻ പറഞ്ഞു വരട്ടെ. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. AK ആന്റണി വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത സമ്മർദ്ദ ഗ്രൂപ്പ് ഉണ്ടാക്കി അവകാശങ്ങൾ ഏറെ പറ്റിയിട്ടുണ്ട്. കോളേജും ധാരാളം സ്ഥാപനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ AK ആന്റണി പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ കേരളത്തിലെ ഇന്നു വരെ നിലനിന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ഈ കേരളത്തിലെ ഈഴവ വിഭാഗത്തെ അവഗണിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മലപ്പുറം എന്ന് അദ്ദേഹം പറയുന്നു. അതാണ് പറയുന്നത്. അവിടെ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണം. അതെ, അതാണ് വളരെ എനിക്ക് അങ്ങയോട് പറയാനുള്ളത്. അതാണ് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണം. അപ്പൊ ആ വസ്തുത ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ ഗ്രൂപ്പ് ഈഴവ വിഭാഗമാണ്. 27% ഉണ്ട്. അപ്പൊ ആ ഈഴവ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയ്ക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദ ശക്തിയും കേരളത്തിലെ ഒരു മുന്നണിയിലും ഇല്ല എന്നാണോ? അങ്ങനെയല്ല. എല്ലാ സമുദായ സംഘടനകൾക്കും അവരുടേതായിട്ടുള്ള ഈ തരത്തിലുള്ള സമ്മർദ്ദ ശക്തികൾ ഉണ്ട്. ഒന്നാമത്തെ വിഷയം. 2, മെഡിക്കൽ കോളേജും ഡെന്റൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ തുടങ്ങണമെങ്കിൽ അതാത് വിഭാഗങ്ങൾ, അതാത് മാനേജ്മെന്റുകൾ തീരുമാനിച്ച് അത് സംബന്ധിച്ച് അപേക്ഷിക്കണ്ടേ? അതിന്റെ നടപടിക്രമങ്ങൾ നീക്കണ്ടേ? അങ്ങനെ കോളേജ് തുടങ്ങാൻ NSSും SNDPയും തീരുമാനിക്കാത്തതിന് ആർക്കാണ് പഴി? ഏത് സർക്കാരാണ് ഏതെങ്കിലും ഒരു സമുദായ സംഘടനയെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തോ? അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടോ? അതിനുള്ള ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് എങ്കിലും അങ്ങേക്ക് കാണിക്കാമോ? പോട്ടെ, മലപ്പുറത്ത് ഇന്ന സ്ഥലത്ത് എയ്ഡഡ് കോളേജ് വേണം അല്ലെങ്കിൽ സ്വാശ്രയ കോളേജ് വേണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചിട്ട് അപേക്ഷ നിരസിക്കപ്പെട്ട സംഭവം ഏതാണ്? ഞാൻ ആദ്യം മുതലേ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചോദ്യങ്ങളാണ്. അങ്ങല്ലേ പറഞ്ഞത് വസ്തുത വെച്ച് ചർച്ച ചെയ്യണം. അങ്ങ് ഇതിന്റെയൊക്കെ വസ്തുത പറയൂ. ഈ വസ്തുത പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, മൈക്കുമായിട്ട് നേരെ നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനോട് പറഞ്ഞത് പിന്നോക്ക വിഭാഗത്തിനെ ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ അദ്ദേഹം പറഞ്ഞതിനെയാണ് ഞാൻ പറയുന്നത്. ഒരു കോളേജിന്റെ കാര്യത്തിൽ, ഒരു സ്കൂളിന്റെ കാര്യത്തിൽ, ഒരു സ്ഥാപനത്തിന്റെ കാര്യത്തിൽ
മലപ്പുറം അടക്കമുള്ള സ്ഥലങ്ങളിൽ പിന്നോക്കക്കാർ നേരിടുന്ന പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ശ്മശാനത്തിൻ്റെ കാര്യം പറഞ്ഞത്. ശ്മശാനത്തിൻ്റെ കാര്യം എനിക്ക് നേരിട്ടറിയാം. പഞ്ചായത്തുകളിൽ പോയി ഞാൻ സമരം നടത്തിയ ആളാണെന്ന്. നിങ്ങൾ അറിയാത്ത കാര്യം പറയല്ലേ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഈ നാട്ടിലെ മതേതരത്വം അങ്ങനെ തകരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മതാടിസ്ഥാനത്തിലുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുന്നത് ഞാൻ ഉയർത്തുന്നത് അതുകൊണ്ടാണ്. ഒന്നും മിണ്ടാണിക്ക മിസ്റ്റർ. ഒരു മിനിറ്റ് ഞാൻ പറയാം. ഞാൻ ഇതൊക്കെ പറയാന്ന്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ 3-4 സമരങ്ങളായി ഞങ്ങൾ നടത്തുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ മലപ്പുറത്ത് ജലീലടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ നിർദ്ദേശിക്കപ്പെട്ട ഒരു പാലമുണ്ട്. ആ പാലം പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലൂടെ പോകുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ മുകളിലൂടെ പാലം പോകുമ്പോൾ ക്ഷേത്രം തകരും. അതുകൊണ്ടത് മാറ്റണമെന്ന് കേണപേക്ഷിച്ചിട്ടും പറ്റാതെ വന്നപ്പോൾ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മെട്രോ ശ്രീധരൻ ഹൈക്കോടതി പോകേണ്ടി വന്നു. ഹൈക്കോടതിയിൽ എന്നിട്ട് ഹൈക്കോടതിയാണ് അത് വേണ്ടാന്ന് വെച്ചത്. ഇടതുപക്ഷവും വലതുപക്ഷവും ആ ബ്രിഡ്ജ് അമ്പലം തകർന്നാലും ബ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞതാണ്. അമ്പലത്തിന്റെ മുകളിലൂടെ നിങ്ങളൊരു കാര്യം നിങ്ങൾക്കല്ലേലും എന്താ പറയുമ്പോഴും ഞാൻ ഒന്നും മിണ്ടാതിരിക്കും മിസ്റ്റർ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം ഈ മെട്രോ ശ്രീധരൻ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് നേടി വന്ന കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, കുറച്ച് നേരമായി ഈ നൗഷദ് അലി അതെ നിങ്ങളൊരു കാര്യം ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം ആ റെസ്പോണ്ടന്റ് ആരാന്നുള്ളത് ഞാൻ തരാം. നിങ്ങൾക്ക് ഞാൻ തരാം. നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ? അതിനു മുമ്പ് അത് കേരള സർക്കാരാണെന്ന് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് തരാം. ഒന്ന് കേരള ഹൈക്കോടതിയിൽ മെട്രോ ശ്രീധരൻ പോയിട്ട് മേടിച്ച പഞ്ചായത്തും പറയാം, മെട്രോ ശ്രീധരന്റെ കാര്യവും പറയാം. നിങ്ങളൊന്ന് സമാധാനപ്പെട്ട് നിൽക്കുക. അതിനു മുമ്പ് എനിക്ക് നിതിൻ ഗഡ്കരിയും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പല്ലേ കുറ്റക്കാർ? അല്ല, എന്തായാലും ശ്രീധരൻ സാറ് അദ്ദേഹം ഡൽഹി മെട്രോയുടെ പിതാവാണ്. അദ്ദേഹം ഡൽഹിയിലും പിന്നെ മത്സരിക്കാൻ പോയ പാലക്കാട്ടൊന്നും താമസിക്കാതെ ഇപ്പോഴും പൊന്നാനി തന്നെയാണല്ലോ താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മലപ്പുറം എന്താണ് എന്നൊക്കെ ഉള്ളൊരു സാമാന്യ ധാരണ ആളുകൾക്ക് ഉപകരിക്കുമായിരിക്കും. ശരി കുഞ്ഞിക്കണ്ണൻ, അതുകൊണ്ടാണ് അല്ല അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഏത് ശ്മശാനം, ഏത് പാലം, ഏത് അമ്പലം, എവിടെ കോളേജ് സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. ആ കോളേജിന് എത്ര അപേക്ഷ കൊടുക്കുന്നു, ഇതൊന്നും അങ്ങ് പറഞ്ഞില്ല. ഒരു മിനിറ്റിനുള്ളിൽ തീർക്കണം. ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം ഒരു സെക്കൻഡ് വ്യക്തിപരമായിട്ട് കുറച്ച് നേരമായി ഈ മനുഷ്യൻ പെട്ടെന്ന് തീർക്കാം. വ്യക്തിപരമായി മിസ്റ്റർ നൗഷദ് അലി ഗോപാലകൃഷ്ണനെ ഒരു കോടതിയും ഗോപാലകൃഷ്ണനെ ഒരു മജിസ്ട്രേറ്റും പറഞ്ഞിട്ടല്ല. എൻ്റെ അന്തസ്സായ നിലപാട് ഉയർത്തിക്കൊണ്ട് ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്. ആ സ്വയം എടുത്ത തീരുമാനത്തെ മാപ്പ് എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള മൂന്നാംകിട രാഷ്ട്രീയക്കാർക്ക് അത് തോന്നുന്നതാണ്. അത് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അഭിലാഷന് മനസ്സിലാവും. ബാക്കി നിങ്ങൾ ഇനി സംസാരിച്ചു. കുഞ്ഞുകണ്ണൻ, അങ്ങയുടെ അവസരം ഇവിടെ ഇപ്പോൾ നോക്കൂ. ഇത്തരം വിഷയങ്ങളുടെയൊക്കെ പേരിൽ ഇത് കത്തിച്ചു നിർത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ താല്പര്യം കൂടി ആയിരിക്കും. ഒരു തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അത് കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തും ഇതിന് കൗണ്ടറായി, സമുദായ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഇതിന് കൗണ്ടറായിട്ടൊക്കെയുള്ള വാദങ്ങൾ വരുന്നു. യഥാർത്ഥത്തിൽ കേരളം, എനിക്കൊന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വളരെ മാതൃകാപരമായ സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ ആ ഒരു സമീപനത്തിലേക്ക് മറ്റു പലരും എത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അതെ, അതിലേക്ക് ഞാൻ വരാം. അഭിലാഷേ, ഈ ഗോപാലകൃഷ്ണൻ ഇപ്പം എന്താണ് നമ്മുടെ ഒരു സഹപാനലിസ്റ്റിനോട് മൂന്നാംകിട രാഷ്ട്രീയക്കാരനാണെന്നാണ് പറഞ്ഞത്. ഈ അഭിലാഷാണ് ഈ ചർച്ച നയിക്കുന്നത്. ഈ അഭിലാഷ് പിടിച്ചിട്ടാണ് ഞങ്ങളൊക്കെ വന്നത്. ഈ ഗോപാലകൃഷ്ണന് നാലാംകിടയും മൂന്നാംകിടയും ഒക്കെ ആയിട്ട് ആളുകളെ വകതിരിച്ച് ആക്ഷേപിക്കാനുള്ള ഒരു വേദിയാണോ നിങ്ങളുടെ ഈ പ്രൈം ടൈം എന്ന് പറയുന്നത്? ഈ ഒരു മെത്തേഡ് അനുവദിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ തമ്മിലുള്ള ബന്ധമാണല്ലോ, അതായിക്കോട്ടെ.
താങ്കളെ വ്യക്തിപരമായ ഇത് ആരും ആരെയും അധിക്ഷേപിക്കരുത് എന്നതാണ് ചർച്ചയുടെ മാന്യത. പരമാവധി മാന്യതയോടുകൂടി പെരുമാറാൻ ശ്രമിക്കണം. അത് പാടില്ല. താങ്കളുടെ ഈ രീതി ശരിയല്ല. ഇനി അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കേരളത്തിൽ ഇത്തരം ചർച്ചകൾ വളരെ സംയമനത്തോടു കൂടി തന്നെ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കാണണം. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനയോട് ഒരർത്ഥത്തിലുമുള്ള മാപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. സാമൂഹ്യ മാധ്യമത്തിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം വരണം. വെള്ളാപ്പള്ളി ഇപ്പോൾ അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത്തരം പ്രസ്താവനയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട അവസ്ഥയില്ല. പക്ഷേ കെ എൻ ഷാജിയെ പോലുള്ള ആളുകൾ എല്ലാ കാലത്തും എന്താണ് അവരെ വിശ്വസിക്കാൻ പറ്റില്ല. ഏത് തരം നിലപാട് സ്വീകരിക്കും. ഇതിനെ കത്തിച്ചു നിർത്താനുള്ള ശ്രമമുണ്ട്. അത് ഒരു നിലമ്പൂർ പ്രശ്നം അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പുതിയ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ഇത്തരം വിഷയം ഉപയോഗിക്കാവോ എന്നുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്ക് അപ്പുറത്ത് കേരളത്തിലെ ഈ മുസ്ലിം ലീഗിലെ കെ എം ഷാജിയെ പോലുള്ള നേതാക്കൾ എല്ലാ കാലത്തും ഇത്തരം നിലപാട് സ്വീകരിക്കുന്നവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പ് വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഈ വിഷയത്തെ കാണണം. ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ വിഭജനവും വിദ്വേഷവും ഉണ്ടാക്കുന്ന പ്രസ്താവനക്കെതിരായിട്ട് യോജിച്ച ജനാധിപത്യപരമായ പ്രതികരണം ഉണ്ടാകണം. പക്ഷേ അതൊരു ചേരിതിരിവുണ്ടാക്കുക, അതിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തിനകത്ത് ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന സംഘപരിവാറിന്റെ മറുപുറം കളിക്കുന്ന ഒരു നീക്കം അനുവദിക്കാൻ പാടില്ല. അതിനെ മതനിരപേക്ഷ നിലപാടുള്ള എല്ലാ ആളുകളും അത്തരം കാര്യങ്ങളെ ശക്തമായി തന്നെ പ്രതിരോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അവിടെ ഒരു പ്രശ്നം ശ്രീ കെ പി നൗഷാദ് അലി താങ്കളും കാണുന്നുണ്ടോ? കാരണം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ട് ഇപ്പോൾ 4-5 ദിവസമായി. അതൊരു തരത്തിലും അണയാൻ സമ്മതിക്കില്ല എന്ന മട്ടിൽ അതിനുള്ള മറുപ്രതികരണങ്ങൾ വരാൻ പാടുണ്ടോ? കുഞ്ഞാലിക്കുട്ടി അതുപോലെ തന്നെ തങ്ങളൊക്കെ കാര്യമായി നല്ല നിലയിൽ സംസാരിച്ചു. അതിനുശേഷം നോക്കൂ, വെള്ളാപ്പള്ളിക്ക് അത്തും പിത്തുമാണ്, വെള്ളാപ്പള്ളിക്ക് പിരാന്താണ്, വെള്ളാപ്പള്ളി കള്ളു കച്ചവടം വ്യാപിപ്പിക്കാനാണ് നോക്കിയത്. ഇങ്ങനെ അവിടെ അപ്പുറത്ത് പോയിട്ടൊരു ടാർഗറ്റ് കണ്ട് അതിനെ ആക്രമിച്ച് ഇത് പരമാവധി ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കൂടെ ഒരുമിച്ച് നോക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ അഭിലാഷ് 2 കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് അഭിലാഷ് ചോദിച്ച ചോദ്യം, ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു 90കളിലെ ഇന്ത്യയോ അല്ലെങ്കിൽ 2000ന്റെ ആദ്യ ദശകത്തിലെ ഇന്ത്യയോ 80കളുടെ ഇന്ത്യയിലോ ഒക്കെ നടന്നിരുന്ന ആ കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കണമെന്ന് ശാഠ്യം പിടിച്ച ആ ഒരു മാനസികാവസ്ഥയിൽ ഈ പുതിയ കാലഘട്ടത്തെ നേരിട്ടിട്ട് കാര്യമില്ല. ഇത് ഒരു ഫാസിസത്തിലേക്കും ഇസ്ലാമോഫോബിലേക്കും വലിയ തോതിലുള്ള ഡിസ്ക്രിമിനേഷനിലേക്കൊക്കെ പോകുന്ന മോദി ഭരണത്തിൻ്റെ സംഘപരിവാർ കാലഘട്ടമാണ്. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ കാലികമായിട്ട് വിഷയങ്ങളെ അഭിസംബോധന ചെയ്യണമെന്ന് എല്ലാ രാഷ്ട്രീയക്കാരോടായിട്ടും എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു മനസ്സിലെ തോന്നൽ എന്നുള്ളതിലേക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് എങ്ങനെ വ്യാഖ്യാനിക്കാമെന്നത് ഓരോരുത്തരുടെയും സൗകര്യമാണ്. ഇനി രണ്ടാമതൊരു കാര്യം അഭിലാഷേ, ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു സംശയ ദൂരീകരണം ഞാൻ പറയുന്നത്, എല്ലാ സമുദായ സംഘടനകളും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്നത് എയ്ഡഡ് സ്ഥാപനങ്ങളാണ്. എല്ലാവരുടെയും എല്ലാവരും അതാ ആവശ്യപ്പെടുന്നത്. സർക്കാർ ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് സ്ഥാപനങ്ങൾ. 2000-ന് ശേഷം ഈ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഗവൺമെന്റുകളാണ് കേരളം ഭരിക്കുന്നത്. വിരലിലെണ്ണുന്ന ഒരു 2-3 അത്യപൂർവമായ പട്ടികജാതി വിഭാഗങ്ങൾക്കൊക്കെയുള്ള എയ്ഡഡ് സ്ഥാപനങ്ങൾ ഒഴിച്ച് 2000-ന് ശേഷം കാര്യമായിട്ട് ഒരു എയ്ഡഡ് സ്ഥാപനവും ഈ കേരള സംസ്ഥാനത്ത് കൊടുത്തിട്ടില്ല. ഇവിടെ ഏത് സ്ഥാപനവും കാശും പണവും സൗകര്യമുള്ള ആർക്കും തുടങ്ങാവുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടോളം കാലമായിട്ട് കേരളത്തിലുള്ളത്. പല സംരംഭകരും തുടങ്ങിയിട്ടുണ്ട്. അതിന് മതവും ജാതിയൊന്നും നമ്മൾ തിരഞ്ഞു നോക്കിയിട്ടില്ല. പല NRIകളും വന്ന് തുടങ്ങും. അത് ക്രിസ്ത്യാനിയാവും, ഹിന്ദു ആവും, മുസ്ലിം ആവാം. ചില സംഘടനകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആർക്കും തുടങ്ങാവുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തെ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതി പറയുന്നവർ ഒന്നുകിൽ അവർക്ക് ഈ കഥ അറിയാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ എയ്ഡഡ് കൊടുത്തിരുന്ന കാലത്തെ കഥ ഞാൻ നേരത്തെ എൻ്റെ മുൻ ഊഴത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത്തരമൊക്കെ ആളുകൾ, ഇത് പെട്ടെന്ന് കേൾക്കുന്ന ആളുകൾ ഇവർക്കൊന്നും കൊടുത്തില്ല, അവർക്ക് കൂടുതൽ കിട്ടി എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ സമുദായങ്ങൾ തമ്മിൽ ആരോഗ്യകരമായിട്ട് മത്സരിക്കൂ. നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എഞ്ചിനീയറിംഗ് കോളേജും അതിനുപരിയായിട്ടുള്ള മോഡേൺ ടെക്നോളജിയൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ കൊണ്ടുവരൂ. മലപ്പുറം ജില്ലയിലേക്ക് ഡസൻ കണക്കിന് കൊണ്ടുവരൂ. ഞങ്ങൾ അത് സ്വാഗതം ചെയ്യാൻ തയ്യാറാണ്. അത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് വളർന്ന അവസരം ഉണ്ടായി വളരട്ടെ എന്നാണ് എനിക്ക് ആഗ്രഹമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതിനെ മുഴുവൻ ഇത്തരത്തിൽ വർഗീകരിച്ച് പറയരുത്. പിന്നെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പാരമ്പര്യം. ഞാൻ ഒറ്റ കാര്യം കൂടി പിന്നെ അഭിലാഷിൻ്റെ ഭാര്യ നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. വെട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യൻ സ്കൂൾ ഓഫ് അസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് 14-15 നൂറ്റാണ്ടുകളിൽ അവിടെ വലിയ ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്തിരുന്നത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്, യുക്തിഭാസ്, അച്യുതപ്പണിക്കർ,
പണിക്കർ, അച്യുത പിഷാരടി, അങ്ങനെയുള്ള വലിയ മനുഷ്യരൊക്കെ അവിടുത്തെ അധ്യാപകരായിരുന്നു. അത് ഇബ്നു ഹൈത്തം എന്ന അറേബ്യൻ സഞ്ചാരിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ അതിൻ്റെ മൊഡ്യൂളുകൾ വികസിപ്പിച്ചത്. അവിടെ നിന്ന് കാൽക്കുലസും ആൾജിബ്രയിലൊക്കെ നടത്തിയ കണ്ടെത്തലുകൾ 2-2.5-3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് യൂറോപ്യന്മാർ കണ്ടെത്തിയത്. അപ്പോൾ അതുപോലെ വലിയ പാരമ്പര്യമുള്ള ഒരിടമാണ്. അതുപോലെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മണ്ണാണ്. ഇവിടെ വേറൊരു ആരോപണം എപ്പോഴും പറയും, എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന്. ഞാൻ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന അതിനെതിരായിട്ട് ഒരു വരി പറയുന്നത് ഞാൻ എവിടെ കേട്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ആവർത്തിച്ച് നുണ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരു കമ്മിറ്റി ഉണ്ടാക്കാം. ഗോപാലകൃഷ്ണനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോ ചെയർമാൻ ആവട്ടെ, നമുക്ക് പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് അവിടെ എഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ആദ്യ സംഭാവന തരിക പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെയൊന്നും അങ്ങനെ ഒരു വിഷയമില്ല. ഏറ്റവും നല്ല രമ്യതയുള്ളൊരു പ്രദേശമാണ്. നിങ്ങൾ വന്ന് കുളം കലക്കരുത്. നിങ്ങളിനി എങ്ങനെ തലകുത്തി മറിഞ്ഞിട്ടും ഇവിടെ ഏതായാലും ഒരു രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഇത് ചൂണ്ടിക്കാണിച്ച് കേരളം മുഴുവനും ഇന്ത്യ മുഴുവനൊക്കെയുള്ള പ്രചാരവേലയാക്കാൻ സദയം നിങ്ങൾ തുനിയരുത്. അത് ചെലവാകുകയില്ല. മലപ്പുറത്തെ BJP-ക്കാർക്ക് പോലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പഥ്യമാവില്ല, ദഹിക്കില്ല എന്ന് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. പിന്നെ മാപ്പ് ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണത്. അതെങ്ങനെ നിന്നാസ്തുതിയായിട്ട് അദ്ദേഹത്തിന് തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം അതിനെപ്പറ്റി വൈകാരികമായിട്ട് പ്രതികരിച്ചു. ഏതൊരു നല്ല കാര്യമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. അങ്ങ് പശ്ചാത്താപവും മനസ്താപവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് എന്നാണ് അത് തെളിയിക്കുന്നത്. ഞാൻ അതിന് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഈ മലപ്പുറം കേന്ദ്രീകരിച്ച ചർച്ച സത്യത്തിൽ കേരളത്തിൽ അവസാനിപ്പിക്കേണ്ടതല്ലേ? എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഞാൻ മുസ്ലിം വിരോധി അല്ല എന്ന്. ഇന്ന് അദ്ദേഹത്തെ നാഷണൽ ലീഗിന്റെ INL-ന്റെ നേതാക്കൾ പോയി കാണുകയും അദ്ദേഹം പുതുതായി കുറെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചില ആളുകൾക്കെങ്കിലും ഈ മലപ്പുറത്ത് പോവാത്ത ആളുകൾക്ക് മലപ്പുറത്തെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. BJP-ക്കാരുണ്ടാവും, അല്ലാത്തവരൊക്കെ ഉണ്ടാവും. നമുക്ക് അവരെ കൊണ്ട് തിരുനാവായാലും തിരുമാന്താംകുന്നിലും ഒക്കെ ഒന്നും പോയി കറങ്ങി മലപ്പുറം എന്താണ് എന്ന് ബോധിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമേ അവരെ സംബന്ധിച്ചുള്ളൂ. മലപ്പുറത്ത് പോകാത്ത ആളുകൾക്കാണ് മലപ്പുറത്തെക്കുറിച്ച് പ്രശ്നം എന്നാണ് അല്ലെങ്കിൽ സംശയം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ഇത്രയും നല്ല സ്ഥലമാണല്ലോ എന്ന് അവർക്ക് തന്നെ തോന്നും. നിങ്ങളുടെ തന്നെ എത്രയോ നേതാക്കൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ഒരു സ്ഥലത്തെയും ഒരു പ്രദേശത്തെയും ഒക്കെ ഇത്തരം ഹെയ്റ്റ് ക്യാമ്പയിനിൽ നിന്ന്, സ്മിയർ ക്യാമ്പയിനിൽ നിന്ന് ഒഴിവാക്കി നല്ല ഒരു രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് മാറുന്നതല്ലേ ഉചിതം? ഇതുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ചർച്ചയാവട്ടെ എന്ന് വിചാരിക്കാമോ? മിസ്റ്റർ അഭിലാഷ്, മതത്തെയും ഒരു ഭൂപ്രദേശത്തെയും മാത്രം ആ രീതിയിൽ അതിനെ കാണുന്നത് കൊണ്ടാണ് അതിൻ്റെ കുഴപ്പം. മതത്തെയുമല്ല ഭൂപ്രദേശത്തെയുമല്ല, ചില യാഥാർത്ഥ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, ആ ബ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞു. ഉടനെ ഈ മലപ്പുറത്തുകാരനായിട്ടുള്ള ആളുകൾ പോലും, ഭാര്യ വീട് മലപ്പുറത്തുണ്ടായിട്ട് പോലും താങ്കളത് മനസ്സിലാക്കിയിട്ടില്ല. താങ്കൾ ചോദിക്കുന്നത് ഏത് ബ്രിഡ്ജാണ്? ഞാൻ ആ ബ്രിഡ്ജിൻ്റെ പേര് പറയാം. തിരുനാവായ തവനൂർ ബ്രിഡ്ജാണ്. KT ജലീലിൻ്റെ നേതൃത്വത്തിലാണ് ആ തിരുനാവായ തവനൂർ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. അതിനെതിരെയാണ് മെട്രോ ശ്രീധരൻ രംഗത്ത് വന്നത്. ആ ബ്രിഡ്ജ് നിലവിൽ തീരുമാനിക്കപ്പെട്ടാൽ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം തകരും. തൊട്ടപ്പുറത്ത് തിരുനാവായ ക്ഷേത്രത്തിൽ പ്രശ്നമുണ്ട് എന്ന് മാത്രമല്ല, കേളപ്പജിയുടെ സ്മൃതി മണ്ഡപവും തകർക്കപ്പെടും. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ. അന്ന് ഞാനാണ് അവിടെ പോയിട്ട് അവരുടെ നിരാഹാര സത്യാഗ്രഹത്തിന് ഞാൻ നേതൃത്വം കൊടുത്തത്. അതിനുശേഷമാണ് മെട്രോ ശ്രീധരൻ ഹൈക്കോടതിയിൽ പോയത്. ഭാര്യ വീട് അഭിലാഷിൻ്റെ അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല, കാര്യങ്ങൾ കൂടി അറിയണം. എവിടെയാണ് ശ്മശാനം? കേരളത്തിൽ സാർ അല്ലെന്ന്, ഇത് കേരളത്തിലെ റോഡിനെ ബന്ധപ്പെട്ടതാ, ദേശീയപാതയല്ല. ഞാനൊന്ന് സംസാരിക്കട്ടെ. നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. നിങ്ങൾ എന്നെ അതുകൊണ്ടല്ല ശ്രീ ഗോപാലകൃഷ്ണൻ, ക്ലാരിറ്റി വളരെ ക്ലിയർ. മലപ്പുറത്തെ ആരാധനാലയത്തിൽ ഒരു കൺസ്ട്രക്ഷൻ വന്നു എന്നാണല്ലോ ആരോപണം. അതെ, അത് ആര് തീരുമാനിച്ചു? ആരുടെ തീരുമാനമാണ്? അവിടുത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് അതിൽ പങ്കുണ്ടോ? ഇത് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിന്റെ പ്രശ്നമായിരിക്കുമല്ലോ ഒരു പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ. അതിൽ ആർക്കാണ് അവിടെ തന്നെ അങ്ങനെ തന്നെ ഇത് തകർത്തുകൊണ്ട് പാലം പണിയണമെന്നുള്ള നിർബന്ധ ബുദ്ധി അങ്ങനെ ആരെങ്കിലും നിലപാടെടുത്തോ? ഇല്ലല്ലോ. എന്തിനാണ് നമ്മൾ ഇല്ലാത്തൊരു കാര്യത്തെ ഈ തരത്തിലൊക്കെ അവതരിപ്പിക്കുന്നത്? ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചാൽ പോരെ? എൻ്റെ സുഹൃത്തെ,
എൻ്റെ സുഹൃത്തെ കൺസ്ട്രക്ഷൻ നടന്നു എന്നല്ലല്ലോ, ആ രീതിയിലേക്കുള്ള കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള തീരുമാനവുമായിട്ട് KT ജലീൽ നേതൃത്വം നൽകുന്ന കൺസ്ട്രക്ഷൻ സമിതി, അത് കേരള ഗവൺമെൻറ്റും MLA-യുമായി ബന്ധപ്പെട്ടതാണ്, കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. ആ കൺസ്ട്രക്ഷന് പകരം ഈ ക്ഷേത്രത്തെയും കേളപ്പജിയുടെ സ്മൃതി മണ്ഡപവും തകരാതെ വേറെ വഴി മാർഗമുണ്ട് എന്ന് മെട്രോ ശ്രീധരൻ പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചില്ല. ഇത് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് അദ്ദേഹം കോടതിയിൽ പോയത്. അതവിടെ നിൽക്കട്ടെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ശ്മശാനത്തിന് വേണ്ടി ഗോപാലകൃഷ്ണ പഞ്ചായത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞല്ലോ. ഞാൻ കൃത്യമായ പഞ്ചായത്തിൻ്റെ പേര് പറയാം, ഞാൻ പോയ പഞ്ചായത്തിൻ്റെ പേര് പറയാം. അത് മറ്റേ വേങ്ങരയാണ്. വേങ്ങര, അതുപോലെ വളാഞ്ചേരി, അതുപോലെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ എന്താ ആ പേരെനിക്ക് മുഴുവൻ അങ്ങോട്ട് കൃത്യമല്ല, ഒതുക്കുങ്ങൽ പഞ്ചായത്ത്, ആ പഞ്ചായത്ത്, തിരൂരങ്ങാടി പഞ്ചായത്ത്, അങ്ങനെ നിരവധി പഞ്ചായത്തുകളിൽ അതിൻ്റെ പേരൊന്ന് ക്ലിയർ ചെയ്തോളൂ, എനിക്ക് അത്ര ഓർമ്മയില്ല. ഒതുക്കങ്ങൽ പഞ്ചായത്ത്, അതുപോലെ തിരൂരങ്ങാടി, ഇവിടെയൊക്കെ തന്നെയും ശ്മശാനവുമായി ബന്ധപ്പെട്ട് BJP സമരത്തിലായിരുന്നു. നിങ്ങൾ യാഥാർത്ഥ്യം പറയുമ്പോൾ വളരെ പെട്ടെന്ന് എവിടെ പോയി ഇപ്പം പറ പേര്, ഞാൻ എല്ലാ പേരും പറഞ്ഞല്ലോ. ഇനി മാപ്പിള എന്ന വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി പറയാനുണ്ട്. ഞാൻ മാപ്പിള എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ഇങ്ങേര്, അതായത് CPM-ൻ്റെ പ്രതിനിധി കുഞ്ഞിക്കണ്ണൻ ഭയങ്കരമായിട്ട് എന്നെ അധിക്ഷേപിച്ചു. സുഹൃത്തെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, OBC ലിസ്റ്റിൽ ഐറ്റം നമ്പർ 38 മാപ്പിള മാത്രമാണ് ഉൾപ്പെടുത്തിയത്. 38A മുസ്ലിങ്ങളെ ഭേദഗതി ചെയ്ത് മുഴുവൻ മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തിയത്. ഇപ്പോഴും തമിഴ്നാട്ടിൽ OBC ലിസ്റ്റിൽ മുഴുവൻ മുസ്ലിങ്ങളില്ല, വെറും മാപ്പിള എന്ന് പറയുന്ന പിന്നോക്ക വിഭാഗം മാത്രമാണുള്ളത്. തമിഴ്നാട്ടിൽ പോയി അന്വേഷിക്ക്. ഇത് പാലമാണ് എന്താണെന്ന് അറിയില്ല, പക്ഷേ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് പാലവും റോഡും ഒക്കെ പണിയുമ്പോൾ സൂക്ഷിച്ച് പണിയണം എന്നൊരു കാര്യം കൂടി ഉണ്ട്. പുതിയ കാലമല്ലേ. അല്ല, നിങ്ങൾ ഇത് പറയുമ്പോഴേക്ക് അങ്ങോട്ട് പോകണ്ട. സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് പരിപാടി നടത്തണ്ടേ. 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. 130. അല്ലല്ല, ഞാൻ ഭേദഗതിയെ പറയുന്നത് മിസ്റ്റർ. ഞാൻ OBC ലിസ്റ്റിലെ ഐറ്റം 38 OBC ലിസ്റ്റിലെ മുസ്ലിങ്ങൾ വരുന്നത്. തമിഴ്നാട്ടിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്റെ ഉൾപ്പെടുത്തുന്നില്ല. അതൊന്നും അല്ലല്ലോ നമ്മുടെ ചർച്ച. അതാ ചർച്ച. ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ചർച്ച അതുകൊണ്ടല്ല. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിങ്ങളെ എന്റെ ചോദ്യം ഞാൻ രേഖകൾ വെച്ചാണ് സംസാരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാപ്പിള എന്ന വിഭാഗത്തെയാണ് തമിഴ്നാട്ടിൽ ഉൾപ്പെടുത്തിയത്. മതാടിസ്ഥാനത്തിൽ ഭേദഗതി കൊണ്ടുവന്നത് കേരളത്തിലാണ്. നമ്മൾ എതിർക്കുന്നത്. ശരി, സമയം പോയി, അവസാനിപ്പിക്കാം. തമിഴ്നാട്ടിൽ ഉൾപ്പെടുത്ത ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ. ഉൾപ്പെടുത്താത്തത് ശരി, എന്താ തമിഴ്നാട്ടിൽ ഉൾപ്പെടുത്താത്തത്? മാപ്പിള വിഭാഗത്തെ മാത്രമല്ല മാപ്പിള മുഴുവൻ മുസ്ലിം അല്ല, തമിഴ്നാട്ടിലുള്ളത്. ശരി, മതാടിസ്ഥാനത്തിൽ OBC കൊണ്ടുവന്നത് തകരാറാണ്. മതാടിസ്ഥാനത്തിൽ സംവരണം. നിങ്ങൾ ഇത്രയും കോടതിയിൽ തെളിഞ്ഞില്ലേ? പണ്ട് മുതലേ ഇല്ലല്ലോ മിസ്റ്റർ. ചർച്ച അവസാനിപ്പിക്കാം. ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്താൻ ഇനി അധികം അവസരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സൂപ്രധാനം അവസാനിക്കുന്നു. ഇങ്ങനെ സമൂഹത്തെ വിഭജിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ നേതാക്കളും സാമുദായിക നേതാക്കളും ഒന്നും ഉന്നയിക്കാതിരിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സാമുദായിക സൗഹാർദ്ദത്തിനും ഒക്കെ നല്ലതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത ബുള്ളറ്റ്.